ഞങ്ങൾ കളിച്ചത് മികച്ചൊരു ടീമിനോടാണ്, പക്ഷെ അവർ കളിച്ചതോ ലോകത്തെ ഏറ്റവും മികച്ച ടീമിനോടാണ്. ഫ്രാൻസിനെ ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തകർത്ത ശേഷം സ്പെയിനിൻ്റെ കോച്ച് ലൂയിസ് ദിലാഫ്യൂൻ്റെ പറഞ്ഞ വാക്കുകളാണ്. അതിലുണ്ട് എല്ലാം. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, തൻ്റെ താരങ്ങളിലുള്ള വിശ്വാസം. ലോകത്തെ ഏറ്റവും മികച്ച ടീമാണോ ഞങ്ങൾ എന്ന് അദ്ദേഹം നെഞ്ചും വിരിച്ചു പറയുകയാണ്. മറുഭാഗത്തോ തോറ്റു തൊപ്പിയിട്ടിട്ട് കിലിൻ എംബാപ്പെ പറയുകയാണ്, എങ്ങനെ ജയിക്കാനാണ്, ഞങ്ങൾ ഏറ്റവും മോശമായിട്ടാണ് കളിച്ചത്. ഞങ്ങളുടെ ഗെയിം പ്ലാന് പുറത്തെടുക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. ഞങ്ങളുടെ ടച്ചുകൾ മോശമായിരുന്നു, ഞങ്ങളുടെ പാസുകൾ മോശമായിരുന്നു, മധ്യനിരയിലൊക്കെ എപ്പോഴും 2 vs 3 എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയത്. ഒരിക്കലും ജയിക്കാനുള്ളൊരു കളി, വേൾഡ് കപ്പിൻ്റെ സെമി ജയിക്കാനുള്ളൊരു കളി ഞങ്ങൾ കളിച്ചിട്ടില്ല എന്ന് എംബാപ്പയും പറയുന്നു. അവിടെയാണ് കാര്യം. പൂട്ടി, അക്ഷരാർത്ഥത്തിൽ ലൂയിസ് ദിലാഫ്യൂൻ്റെ മണിച്ചിത്രത്താഴിട്ടങ്ങ് പൂട്ടി ഫ്രാൻസിൻ്റെ വെടിച്ചില്ല് മുന്നേറ്റത്തിനെയെ. ഫ്രാൻസ് അവരുടെ വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനങ്ങളിൽ ഒന്നാണ് നടത്തിയിരിക്കുന്നത്. 0 ബിഗ് ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ലെന്നേ, എക്സ്പെക്റ്റഡ് ഗോൾ 0.3 ആണ്. ഏത് ടീമാ, ഏത് മുന്നേറ്റ നിരയാ? കിലിൻ എംബാപ്പെ ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും അടുപ്പിച്ചില്ല. അതാ സംഭവിച്ചത്. യെസ്, ഫ്രാൻസിനെ തീർത്ത് കളഞ്ഞു അക്ഷരാർത്ഥത്തിൽ സ്പെയിന്. ചില ആളുകളുണ്ട്, ചില ഘട്ടങ്ങളിൽ അവരങ്ങ് അവതരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് പെഡ്രോ പോറോ എന്ന് തന്നെ പറയണം. കാരണം ഇതിനു മുമ്പ് അവൻ അവരുടെ ടീമിന് വേണ്ടിയിട്ട് 19 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 0 ഗോളുകളാണ്. എന്നാൽ വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ 4 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളായിരിക്കുന്നു. ചില നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം പിറവിയെടുക്കുന്നവർ. അത്തരമൊരു അവതാരമായിട്ടാണ് പെഡ്രോ പോറോയെ നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞില്ല യബാലോ, അവൻ പറഞ്ഞതാ, ചെയ്ത് കാണിച്ചിരിക്കും. അവൻ പറഞ്ഞില്ലേ, ഫ്രാൻസ് തുടർച്ചയായി 3ാമത്തെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് കടക്കുകയാണോ, അതല്ല ഞങ്ങൾ അവരെ തുടർച്ചയായ 3ാമത്തെ കളിയിൽ പൊട്ടിക്കുകയാണോ സംഭവിക്കാൻ നമുക്ക് കാണാമെന്ന്. അത് തന്നെ സംഭവിച്ചു. യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിൽ, നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ, വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ തുടർച്ചയായി 3 പരാജയങ്ങൾ അവർ ഫ്രാൻസിന് സമ്മാനിക്കുന്നു. പിന്നെ യമാലിൻ്റെ കാര്യം വേറെ ഒന്നും കൂടി നമ്മൾ പറയണം. അവൻ അവരുടെ ഒരു ലക്കി ചാമാണ്. അവൻ സ്റ്റാർട്ട് ചെയ്ത ഒറ്റക്കളിയിലും അവർ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാര്യം. 27 മത്സരങ്ങൾ അവൻ സ്റ്റാർട്ട് ചെയ്തു, 21 വിജയങ്ങളും 6 സമനിലകളും. ഏതായാലും ഫ്രാൻസ് പരാജയപ്പെട്ടു മടങ്ങുന്നു. സ്പെയിന് ലോക കിരീടം ചൂടുമെന്ന ആത്മവിശ്വാസത്തിൽ അവരുടെ കോച്ച് പറയുന്നു, ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും മികച്ച ടീമെന്ന്.